വിളറി പിടിച്ചതുപോലെ ആ വലിയ വീടിനുള്ളിൽ ഷാരി തെക്കുവടക്ക് നടന്നു. ജോലി ഇല്ലാതാക്കി അവനെ തകർക്കാൻ നോക്കിയിട്ട് ഒന്നിലും തകരാതെ നാട്ടുകാരുടെ കാഞ്ഞിരിയായിരുന്നവൻ ഇന്ന് ശ്രീഹരിയായി മാറി. ഹരിയേട്ടൻ എന്ന് പറയുമ്പോൾ അവജ്ഞത നിറഞ്ഞ കണ്ണുകളിലിപ്പോൾ സ്നേഹവും അത്ഭുതവും ആദരവുമൊക്കെ നിറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ അവനെ മാറ്റിയെടുക്കാൻ അമ്മുവിന് കഴിഞ്ഞു എന്നുള്ളതും ഷാരിയിൽ അരിശം സൃഷ്ടിച്ചു. പുരുഷന് ശക്തിയായി ഒരു പെണ്ണുണ്ടെങ്കിൽ, അവളെ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിൽ നിന്നും അവന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അവളുടെ നല്ല വാക്കുകളും സാമീപ്യവും മാത്രം മതി അതിന്. അമ്മുവും ശ്രീഹരിയും അത് തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് അവരുടെ ആദിരാത്രിയാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഷാരിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എണ്ണമില്ലാത്ത പുരുഷന്മാരുടെ കൂടെ ശരീരം പങ്കിട്ട അവൾക്ക് ശ്രീഹരി അമ്മുവിൻ്റെ കൂടെ ചേരുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ചില കാര്യങ്ങളിൽ എല്ലാവരും സ്വാർത്ഥരാണ്. നിന്റെ കാര്യത്തിൽ ഞാനും സ്വാർത്ഥയാണ്. അമ്മുവിനോട് നീ ചേരുന്ന ഈയൊരു രാത്രിയോടുകൂടി എന്നോട് ചേർന്ന എല്ലാ ഓർമ്മകളും നിന്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. അതിസുന്ദരിയായ പെണ്ണ്, ആരും തൊടാത്ത പെണ്ണ്, ഞാൻ ഒന്നുമല്ലായിരുന്നു എന്ന് നിനക്ക് ഇന്ന് മനസ്സിലാകും. നീ എന്നെ പ്രാപിച്ചതെല്ലാം കാമത്തോടെ ആണെങ്കിലും ഇന്ന് നീ അവളെ പ്രണയത്തോടെ ചേർത്ത് പിടിക്കും. നിന്റെ പ്രണയം മുഴുവൻ അവൾക്കായി പകർന്നു നൽകും. കിതച്ച് കാടുകയറുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ നിൽക്കാതെ കണ്ണേട്ടൻ കൊണ്ടുവച്ച വിസ്കിയിൽ അവൾ അഭയം തേടി. അമ്മു, കള്ളുറക്കം നടിച്ച് കിടക്കാതെ ഒന്ന് എഴുന്നേറ്റിരിക്കെ, നമുക്ക് കുറച്ചുനേരം സംസാരിക്കാം. അവൻ പറഞ്ഞത് കേട്ടിട്ടും അവൾ മിണ്ടാതെ കിടന്നു. അവൾ മിണ്ടുന്നില്ല എന്ന് കണ്ടതും ചൂടിയിരുന്ന ഷീറ്റ് വലിച്ചു മാറ്റി. എന്താ എന്താ ഉദ്ദേശം? അവൻ നാണത്തോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. തികച്ചും ദുരുദ്ദേശം. ഭാര്യയാണെന്നുള്ള ധൈര്യം വെച്ച് എൻ്റെ ശരീരത്തിൽ അധികാരം സ്ഥാപിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് ഇതുവരെ ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും ഞാൻ അതൊക്കെ മറന്ന് നിങ്ങളെ സ്വീകരിക്കാൻ എൻ്റെ മനസ്സും ശരീരവും തയ്യാറാകുന്നത് വരെ എന്നെ ശല്യം ചെയ്യരുത്. അവളുടെ വാക്കുകൾ അവനെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിരുന്നു. സ്വപ്നങ്ങൾക്ക് മേലെ കമ്പിപ്പാര കുത്തിയിറക്കിയത് പോലെയുണ്ടായിരുന്നു. സംസാരിക്കാൻ നിൽക്കാതെ തലയണയും ഷീറ്റും എടുത്ത് അവൻ വാതിൽ തുറക്കാനായി പോയി. എവിടെ പോകാൻ പോവാണ്? ഞാൻ പുറത്ത് കിടന്നോളാം, നീ ഇവിടെ കിടന്നു. എല്ലാം മറന്ന് നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുന്ന സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, അന്ന് ഞാൻ ഇവിടെ കിടന്നോളാം. മുഖത്ത് നോക്കാതെ തന്നെ അവൻ പറഞ്ഞു. പുറത്ത് കിടക്കാൻ പറ്റില്ല, ഇവിടെ ഈ റൂമിൽ എൻ്റെ കൂടെ തന്നെ കിടക്കണം. നമ്മൾ തമ്മിലുള്ള വിഷയങ്ങളൊന്നും അമ്മ അറിയാൻ പാടില്ല. വന്നിവിടെ കിടക്കാൻ നോക്ക്. കട്ടിലിൻ്റെ ഒരു സൈഡിൽ തട്ടിക്കൊണ്ട് അവനെ നോക്കി അവൾ പറഞ്ഞു. ശരിക്കും ധർമ്മസങ്കടത്തിലായിരുന്നു ശ്രീഹരി. ഇവിടെ കിടന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉറക്കത്തിൽ കയ്യും കാലുമൊക്കെ നിന്റെ പുറത്ത് വീഴും. അന്നേരം എന്നെ ഒന്നും പറയരുത്. ഏയ്, ഞാനെന്ത് പറയാൻ? എനിക്കൊരു സ്വഭാവമുണ്ട്. ഉറക്കത്തിൽ അടുത്ത് കിടക്കുന്ന ആളിനെ നല്ല രീതിയിൽ അടിക്കും ഞാൻ. മൂക്കാമണ്ടയ്ക്കൊക്കെ അടി കിട്ടിയാൽ എന്നെ ഒന്നും പറയരുത്. തുനിഞ്ഞിറങ്ങിയതാണല്ലേ അമ്മ മോളെ. മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊച്ചു കള്ളൻ. ലൈറ്റ് അണച്ചിട്ട് അവിടെ അടുത്തായി വന്നു കിടന്നു. അമ്മു, അമ്മു. എത്ര ദിവസം കഴിയുമ്പോൾ നിനക്ക് എന്നോട് സ്നേഹം വരും? എന്തെങ്കിലും മിണ്ടിയാൽ ആ വായിൽ ഞാൻ തുണി കുത്തിക്കയറ്റും. ഞാനൊന്നും മിണ്ടുന്നില്ല. രാത്രിയുടെ 2-ാം യാമമായിട്ടും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വളരെ പതുക്കെ കേൾക്കുന്ന അവളുടെ ശ്വാസതാളം നോക്കി അവൻ കിടന്നു. ഇതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായാണ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ അടുത്ത് കിടന്നിട്ടും അവളുടെ കൈവിരലുകളിൽ പോലും ഒന്ന് തൊടാൻ കഴിയാതെ പോയ ഹതഭാഗ്യനായ ഭർത്താവ് ഈ ലോകത്ത് ഞാൻ മാത്രമേ കാണുള്ളൂ. അവളെ ചേർത്ത് പിടിക്കണമെന്ന് കൈകൾ ആഗ്രഹിച്ചെങ്കിലും അവളുടെ വിലക്ക് ഓർത്തപ്പോൾ ആഗ്രഹം മനസ്സിലടക്കി. രാവിലെ നേരത്തെ ഉണർന്നത് അമ്മുവാണ്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഹരിയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് വികാരങ്ങൾ മൂത്ത് ഒരു പെണ്ണിനെ തേടി പോകാൻ തോന്നരുത്. എല്ലാ വികാരങ്ങളെയും അടക്കി പിടിച്ച് ഈ കട്ടിലിൽ നിങ്ങൾ എന്നോടൊപ്പം തന്നെ കിടക്കണം. അങ്ങനെ തോന്നുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം എങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയണം. അതൊക്കെ തരണം ചെയ്ത് കയറിയാൽ നാളെ എനിക്ക് വയ്യാതെ വന്നാലും ഒന്നിനും കഴിയാതെ വന്നാലും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കും. കാമം കൊണ്ട് ശാരീരിക സുഖങ്ങളെ അനുഭൂതി ആസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ മേന്മയാണ് പ്രണയം കൊണ്ട് പരസ്പരം ഒന്നു ചേരുന്നത്. ശരീരത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യവുമൊക്കെ നഷ്ടപ്പെട്ടാലും ആത്മാർത്ഥമായ പ്രണയമുള്ളിടത്ത് അതിനൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അയൽക്കാരൻ്റെ ജനലിൽ കൂടി നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. എന്നെ താങ്ങാനും ചേർത്ത് നിർത്താനും ആരുമില്ല. നാളെ നിങ്ങൾക്ക് എന്നെ വേണ്ട എന്നൊരു അവസ്ഥ എനിക്ക് വന്നത് ഓർക്കാൻ കൂടി കഴിയില്ല. അതിനൊക്കെയുള്ള ഒരു മുൻകരുതലായിട്ടാണ് ഞാൻ ഇങ്ങനെ അകത്തി നിർത്തിയിരിക്കുന്നത്. കഷ്ടപ്പെടാതെ നേടിയെടുക്കുന്നതിനൊന്നും ഒരു വിലയും കാണില്ല.
കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് എന്നും ഓർമ്മയിൽ പത്തരമാറ്റി തിളക്കത്തോടെ നിലനിൽക്കും. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവനോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ച് കുളിക്കാനായി പോയി. അവൾ കുളിച്ചിറങ്ങിയിട്ടും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആദ്യമായി അവളുടെ കൈകൊണ്ട് തിരുനെറ്റിയിൽ സിന്ദൂരം ചാർത്തി. ആ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് അവളെ കൂടുതൽ മനോഹരിയാക്കി. 6 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ അമ്മ പാല് മേടിക്കാൻ പോയിരുന്നു. അടുക്കളയിലൊക്കെ അമ്മ നല്ല രീതിയിൽ കൈ കടത്തിയിരിക്കുന്നു. അവൾക്ക് അവിടെ ചെയ്യാൻ പ്രത്യേകിച്ചൊരു ജോലിയും കണ്ടില്ല. മുറ്റം തൂക്കാൻ ചൂലുമായി അവൾ ഇറങ്ങി. മോളിന്ന് നേരത്തെ എഴുന്നേറ്റത് എന്തിനാ? കുറച്ചു നേരം കൂടെ കിടന്നാൽ പോരായിരുന്നോ? ഞാനെന്നും ഇതിലും നേരത്തെയല്ലേ അമ്മ എഴുന്നേക്കുന്നത്? ഇന്ന് താമസിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നത്തെയും പോലെയാണോ ഇന്ന്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതിനെന്തുവാണ് പ്രത്യേകത? ഞാനിവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ആദ്യമായി കല്യാണം കഴിഞ്ഞ് വരുന്ന വീടാണെങ്കിലല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയുള്ളൂ. എനിക്കിവിടെ അങ്ങനെയൊന്നും തോന്നില്ല. മോള് തോത്തോ? അമ്മയൊന്നും പറഞ്ഞതുമില്ല, മോളൊന്നും കേട്ടതുമില്ല എന്നും പറഞ്ഞ് ശാരദ ചായ ഇടാനായി പോയി. മുറ്റം തൂക്കുന്ന ശബ്ദം കേട്ടാണ് ഹരി ഉണർന്നത്. സ്പർശനസുഖം ഇല്ലേലും വേണ്ടില്ല, രാവിലെ ദർശനസുഖമെങ്കിലും കിട്ടട്ടെ. ആ മനസ്സോടെ മുഖവും കഴുകി തിണ്ണയിൽ വന്നിരുന്നു. എടാ, നീ ഇങ്ങനെ അവളെയും വായി നോക്കി ഇവിടെ ഇരിക്കാതെ പോയി കുളിക്കാൻ നോക്ക്. എന്നിട്ട് 2 പേരും കൂടി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വാ. കല്യാണം കഴിയുന്നതിൻ്റെ പിറ്റേന്ന് അമ്പലത്തിൽ പോകുന്നത് ഒരു ചടങ്ങാണ്. അമ്മയും മോളും മനുഷ്യനെ അപമാനിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. നീ എന്തുവാടാ ചുണ്ടിൻ്റെ കീഴിൽ പിറുപിറുക്കുന്നത്? ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പല്ല് തേച്ച് കുളിക്കാമായിരുന്നു, അത് പറഞ്ഞതാ. ഒരു കൈ കഴുത്തിൽ വെച്ച് മറുകൈ കൊണ്ട് താളത്തിൽ മുറ്റം തൂക്കുന്നവളെ ഇമ ചിമ്മാതെ അവൻ നോക്കിയിരുന്നു. ലൈറ്റ് വയലറ്റ് കളർ ചുരിദാറിൽ അവൾ ഒരുപാട് സുന്ദരിയായതുപോലെ തോന്നി. മനുഷ്യനെ ചീത്തയാക്കാനുള്ള സൗന്ദര്യവും കൊണ്ട് ഇറങ്ങിയേക്കുവാ. എടാ, നീ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിരുന്നാൽ അവൾക്ക് എന്തേലും അസുഖം വരും. അമ്മ മനഃപൂർവ്വം എന്നെ കളിയാക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണോ? ഞാൻ അവളെ നോക്കിയതല്ല, ഞാൻ മുറ്റം തൂക്കുന്നത് നോക്കിയതാണ്. അവൻ നോക്കുന്നത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ നിന്ന് മുറ്റം തൂക്കുന്ന അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വന്നു. അവളുടെ പുഞ്ചിരി അവൻ്റെ ഹൃദയം ഏറ്റുവാങ്ങി. അമ്മു, അമ്പലത്തിൽ പോകാൻ ഒരുങ്ങ്, ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാം. കസവിൻ്റെ സാരി വാങ്ങി വെച്ചത് ഉടുത്താൽ മതി. വേഗം ചായയും കുടിച്ചിട്ട് അവൻ കുളിക്കാനായി പോയി. തൂത്ത് കഴിഞ്ഞ് ചൂല് വയ്ക്കാൻ വന്നപ്പോഴാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന ഹരിയെ കണ്ടത്. ഒരു നിമിഷം അവൾ പഴയ കാര്യം ഓർത്തുപോയി. അവൻ്റെ വയറ്റിലെ കറുത്തുരുണ്ട പാട് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. നീ എന്തിനാ അമ്മു ഇങ്ങനെ നിന്ന് ചോര ഊറ്റുന്നത്? ഇത്രയും ദൂരം നിന്നിങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ രാത്രി നിന്നെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ വന്നതല്ലേ? നിനക്കന്നേരം പുച്ഛം. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ വയറിലെ മുറിവ് നോക്കിയതാണ്. എന്ത് കൂസലില്ലാതെയാടി നീ പറയുന്നത്? ഒരു പുരുഷൻ കുളിക്കുന്നത് വായി നോക്കിയിട്ട്? അയ്യടാ, ഒരു പുരുഷൻ വന്നിരിക്കുന്നു. അതെന്താടി നിനക്കൊരു സംശയം? നീയൊന്ന് മനസ്സ് വെച്ചാൽ സംശയമെല്ലാം ഞാൻ ഇപ്പോൾ തീർത്തു തരാം. തള്ളി ഞാൻ കിണറ്റിലിടണ്ടെങ്കിൽ മര്യാദക്ക് കുളിച്ചിട്ട് കയറ്. അവൻ കോരി ഒഴിച്ചു കൊടുത്ത വെള്ളം കൊണ്ട് കയ്യും മുഖവും കഴുകിയിട്ട് അകത്ത് കയറിപ്പോയി. പൈപ്പിൽ വെള്ളമുണ്ടെങ്കിലും അവൾ കിണറ്റിൻകരയിൽ വന്നേ കയ്യും മുഖവും കഴുവത്തുള്ളൂ. അവൻ ഉറക്കെ പറയുന്നത് കേട്ട് അടുക്കളവാതിലിൽ ഇറങ്ങി വന്ന് പോടാ കാഞ്ഞിരി എന്ന് വിളിച്ചു. അവളെ പിടിക്കാനായി ഓടി വന്നപ്പോഴേക്കും അവൾ അമ്മയുടെ ചാരെ അണഞ്ഞിരുന്നു. നിന്നെ എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ശ്രീഹരിയല്ല. നീ എത്ര നേരം കഥകടച്ച് അമ്മയുടെ കൂടെ ഇരിക്കും? ഞാൻ ഒളിച്ചിരിക്കുകയല്ല, സാരി ഉടുക്കുകയാണ്. എന്തിനാ മോളെ നീ അങ്ങനെ വിളിച്ചത്? അവന് അങ്ങനെ വിളിക്കുന്നതേ ഇഷ്ടമല്ല. വിളിക്കുന്നവരുടെ മൂക്കടിച്ച് പൊട്ടിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഭംഗിയിൽ സാരി ഉടുത്തു കൊടുത്തു. ഞാനൊരു തമാശയ്ക്ക് വിളിച്ചതാണ്. എൻ്റെ മൂക്കിടിച്ച് പൊട്ടിക്കുമോ? ആവോ, എനിക്കറിയില്ല. അവർ കൈമലർത്തി കാണിച്ചു. അവളുടെ ബ്ലൗസിൻ്റെ അതേ കളർ ഷർട്ടുമിട്ട് ഒരുങ്ങി അക്ഷമനായി പുറത്തു നിൽക്കുകയായിരുന്നു അവൻ. ഒരുങ്ങിയിറങ്ങി വന്ന അവളെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിക്കാത്തതുപോലെ വണ്ടിയിൽ കയറിയിരുന്നു. അവൻ്റെ കണ്ണിലെ തിളക്കത്തിൽ നിന്നാണ് സുന്ദരിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നത്. തിളങ്ങാത്ത അവൻ്റെ കണ്ണ് അവളിൽ വേദന സൃഷ്ടിച്ചു. ബൈക്കിൽ കയറിയിരുന്ന അവളുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ അവന് എന്തോ പോലെ തോന്നി. അമ്മയോട് യാത്രയും പറഞ്ഞ് ബൈക്കിൻ്റെ കമ്പിയിൽ പിടിച്ചിരുന്നു. അമ്മയുടെ കണ്ണിൽ നിന്നും മറഞ്ഞ ഉടനെ തന്നെ അവൻ ബൈക്ക് നിർത്തി. എന്തിനാണ് വണ്ടി നിർത്തിയത്? നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്തിനാണ്? അത് പറഞ്ഞിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഞാൻ ഒരുങ്ങി വന്നിട്ട് എന്നെ ഒന്ന് നോക്കിയതുകൂടി ഇല്ലല്ലോ. ഇതുവരെ ഉണ്ടായ വിഷമമെല്ലാം മാറി അവൻ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ ചിരി കണ്ടപ്പോഴാണ് പറഞ്ഞ കാര്യം അവൾ ഓർത്തത് തന്നെ. ഇതിനും വേണ്ടി ചിരിക്കാൻ ഞാൻ എന്ത് പറഞ്ഞു? ഓഹോ! ഒരുവിധം ചിരിച്ചു തീർന്ന് ചിരി അടക്കി പിടിച്ചു.
ഞാൻ നോക്കിയാലും നോക്കിയില്ലെങ്കിലും, ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ ഒരുപാട് സുന്ദരിയാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. എനിക്ക് നിന്നെ നല്ലതുപോലെ നോക്കണമെന്ന ആശയുണ്ട്. നീയല്ലേ സമ്മതിക്കാത്തത്? അമ്പലത്തിൽ പോകാൻ നേരത്ത് അനാവശ്യം പറയാതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. എൻ്റെ ആവശ്യം നിനക്ക് അനാവശ്യമാണ്. എൻ്റെ വിധി അങ്ങനെയായി പോയി. എന്ത് ചെയ്യാനാ? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ വണ്ടി വിട്ടേ. ഇത് നീങ്ങണമെങ്കിൽ നീ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം. അത് പറഞ്ഞതും തർക്കിക്കാൻ നിൽക്കാതെ അവൾ ഒരു കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. ഒരു കൈ വണ്ടിയിലും ഒരു കൈ അവളുടെ കയ്യിലും കോർത്ത് നിറഞ്ഞ മനസ്സാലെ അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ കൈകോർത്ത് പിടിച്ച് ക്ഷേത്രത്തിൻ്റെ പടികൾ ചവിട്ടിയപ്പോഴാണ് എതിരെ ഇറങ്ങി വരുന്ന ശാരിയെ കണ്ടത്. അമ്മുവിൻ്റെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. പടിയിറങ്ങി വരുന്ന ശാരിയെ കണ്ടിട്ടും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം കൂടിയില്ലാതെ അമ്മുവിനെ ചേർത്ത് പിടിച്ചവൻ ആ പടികൾ കയറി. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടെങ്കിലല്ലേ വേദനയോ ഞെട്ടലോ നിർവചിക്കാൻ കഴിയാത്ത ഭാവങ്ങളോ ഉണ്ടാവുകയുള്ളൂ. അന്നത്തെ കാര്യസാധ്യത്തിന് വേണ്ടി അവളെ ചേർത്ത് പിടിച്ചിരുന്നവന് ഇപ്പോൾ അവളുടെ ഓർമ്മകൾ പോലും മനസ്സിലില്ല. പടി കയറി പോകുന്ന അവരെ പകയോടെയും വേദനയോടെയും നോക്കി നിന്നു ശാരി. അവരിന്ന് അമ്പലത്തിൽ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ കാണാനായി മാത്രം അമ്പലത്തിൽ വന്നതായിരുന്നു ശാരി. ശരിയുടെയും തെറ്റിൻ്റെയും ത്രാസ് തൂക്കിയപ്പോൾ തെറ്റിൻ്റെ കൂമ്പാരമാണ് താനെന്ന തിരിച്ചറിവ് ഹൃദയവേദനയോടെ അവൾ മനസ്സിലാക്കി നിശബ്ദയായി തിരിച്ചു നടന്നു. അമ്മുവിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കിടക്ക പങ്കിട്ട ഓർമ്മ അവളെ വേട്ടയാടി. അവൾ പോലും അറിയാതെ കണ്ണുനീർ മഹാദേവൻ്റെ മുന്നിൽ പൊഴിഞ്ഞു. അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അവൻ. അമ്മു, നിന്റെ കണ്ണുനീർ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. നീ എൻ്റെ ജീവിതത്തിൽ ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലായിരുന്നു. ഈ മഹാദേവനെ സാക്ഷിയായി ഞാനൊരു സത്യം ചെയ്യാം. ഞാൻ ആദ്യമായും അവസാനമായും പ്രണയിച്ചത് നിന്നെയാണ്. എൻ്റെ മരണം വരെ ഇനി ഞാൻ നിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് നീ എനിക്ക് മാപ്പ് തരണം. നിറഞ്ഞ കണ്ണുകളുമായി ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ വേദനയുടെയും മുഖത്തെ സത്യസന്ധതയുടെയും ആഴം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മഹാദേവനെ സാക്ഷിയാക്കി അമ്പലമാണെന്ന് പോലും മറന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ രണ്ട് കൈകൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി.